ഓരോ കുറ്റകൃത്യങ്ങളും ആ കുറ്റകൃത്യത്തിൻ്റെ അന്വേഷണങ്ങളും ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലുള്ളതാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കഥയാണ് ചങ്ങനാശ്ശേരി മഹാദേവൻ മിസ്സിംഗ് കേസ്. അതെ അതെ അതെ. എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ കഥ? അതിൻ്റെ യഥാർത്ഥ കഥ എന്ന് പറയുന്നത്, ആ കഥ മുഴുവൻ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ മുൻപ് രാഹുൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ അന്വേഷണം കുറ്റാന്വേഷണ സിനിമാ കഥകളെക്കാൾ വെല്ലുന്നതാണെന്ന് പറഞ്ഞു. ശരിക്കും ഇതാണ് ഒരുപാട് ഒന്നിലധികം കുറ്റാന്വേഷണ ചിത്രങ്ങളുടെ ത്രെഡുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ചങ്ങനാശ്ശേരി മഹാദേവൻ തിരോധാനം. അതിനുശേഷമാണത് കൊലപാതകമാകുന്നത്. 1995 ഈ പറയുന്ന മഹാദേവൻ കേസ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അന്ന് അതിന് വലിയ വാർത്താ പ്രാധാന്യം ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു കേസാണ്. കാരണം സെപ്റ്റംബർ മാസം 1995 സെപ്റ്റംബർ മാസം 8-ാം തീയതി ചങ്ങനാശ്ശേരിക്കടുത്ത് മധുമൂല എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. അത്ര വലിയ പ്രശസ്തമായ ജംഗ്ഷനൊന്നുമല്ല മധുമൂല. 2-3 കട, ഒരു സൈക്കിൾ ഷോപ്പ്, പിന്നെ ഈ പറയുന്ന മഹാദേവൻ്റെ അച്ഛൻ വിശ്വനാഥൻ നടത്തുന്ന ഒരു കട, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചെറിയ ചായക്കട. അങ്ങനെ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഈ മധുമൂല ജംഗ്ഷൻ. അപ്പം അവിടെ കട നടത്തുന്ന ഉദയ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഈ വിശ്വനാഥൻ ആചാരി, തുണ്ടിയിൽ വിശ്വനാഥൻ ആചാരി. അപ്പം അദ്ദേഹം ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ചതയ ദിനമാണ്, ഈ സെപ്റ്റംബർ 8 ചതയ ദിനമാണ്. അപ്പം ഈ ചങ്ങനാശ്ശേരി ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ചതയ ദിന ആഘോഷം ഭയങ്കരമായിട്ട് കൊണ്ടാടുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ഈ ചതയ ദിനാഘോഷം കാണാൻ പോയ മഹാദേവൻ എന്ന് പറയുന്ന 13 വയസ്സുള്ള കുട്ടി തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. അതാണ് പരാതി. പക്ഷെ അന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്ത ചങ്ങനാശ്ശേരി പോലീസ് ഒരിക്കലും ചിന്തിച്ചു കാണാൻ വഴിയില്ല, ഈ കേസ് 13 വർഷം നീണ്ടുപോകുന്നു, ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാകുമെന്നും അതിനെന്തെങ്കിലും ഒരു തെളിവ് കിട്ടുവാൻ വേണ്ടി പല കൈകൾ മറിഞ്ഞ് ഒടുക്കും ഈ കേസ് തെളിയിക്കപ്പെടുകയുള്ളൂ എന്നും ഒരിക്കലും ചങ്ങനാശ്ശേരി പോലീസ് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് KG സൈമൺ സാറിൻ്റെ. രാഹുലിനറിയോ KG സൈമൺ സാറിൻ്റെ? അറിയില്ലേ? കൂടത്തായി സൈനൈഡ് കേസ്. അപ്പം കൂടത്തായി സൈനൈഡ് കേസ് തെളിയിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ് സൈമൺ സാറിൻ്റെ പേര് അറിയുന്നതെങ്കിലും അദ്ദേഹം തെളിയിച്ച ആദ്യത്തെ സൈനൈഡ് കേസ് കൂടത്തായി കേസ് അല്ല. പിന്നെ കൂടത്തായി കേസിന് മുൻപ് അദ്ദേഹം തെളിയിച്ച ഒരു സൈനൈഡ് കേസ് ഈ പറയുന്ന മഹാദേവൻ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം മഹാദേവൻ മിസ്സിംഗ് കേസ് എന്ന് പറയുന്നത് ഒരു കേസല്ല, ഒരു കേസിനുള്ളിൽ മറ്റൊരു കേസ് മറിഞ്ഞു കിടക്കുകയാണ്. അല്ല, ഇത് 13 വയസ്സുകാരൻ്റെ തിരോധാനമല്ലേ? അതെ, പക്ഷേ ആ കേസിനുള്ളിൽ മറ്റൊരു കേസ് മറിഞ്ഞു കിടപ്പുണ്ട്. എന്തായിരുന്നു അത്? അതാണ് നമ്മൾ അറിയേണ്ട കഥ. ഓക്കെ, നമുക്ക് ആ കഥയിലേക്ക് പോവാം. അങ്ങനെ വിശ്വനാഥൻ വരുന്നു, മകനെ കാണാനില്ല എന്ന് പറയുന്നു, അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന് 13 വയസ്സേ ഉള്ളുവെങ്കിലും ഇവൻ ഇടയ്ക്ക് പുറപ്പെട്ടു പോകുന്നൊരു സ്വഭാവമുണ്ട്. വീട് വിട്ട് ഇവൻ്റെ കയ്യിലുള്ള അത്യാവശ്യം കുറച്ച് ചില്ലറകൾ തീർന്നു കഴിയുമ്പോഴേക്കും ഇവൻ തിരിച്ചു വരും. ബന്ധുവീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ, അല്ലാതെ ഒരിടത്തേക്കും പോകുന്നില്ല. ഇവനൊരു സൈക്കിളും ഉണ്ട്. ഈ സൈക്കിളിൽ കറങ്ങി നടക്കുക ഇവൻ. പക്ഷെ നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ ഈ 3 പെൺകുട്ടികൾക്ക് ശേഷമാണ് ഈ വിശ്വനാഥൻ ആചാരിക്കും ഭാര്യ രാജലക്ഷ്മിക്കും ഈ പറയുന്ന മഹാദേവൻ എന്ന് പറയുന്ന കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ ആഭരണങ്ങൾ അണിയിച്ച് കൊണ്ടു നടക്കുന്ന ഇവർക്ക് ഭയങ്കര സന്തോഷമുള്ളവരാണ്. ഇവൻ വെറുതെ നടക്കുമ്പോഴും വീട്ടിൽ കൂടെ നടക്കുമ്പോഴും ഇവൻ്റെ കഴുത്തിലൊരു മാല കാണും. 6.5 പവൻ തൂക്കമുള്ള മാല വരേക്കും ഇവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഇവൻ്റെ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് നടക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി പുറപ്പെട്ടു പോകുമ്പോഴും ഇവൻ്റെ കഴുത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ബന്ധുവീടുകളിലൊക്കെ അന്വേഷിച്ചു അന്നേ ദിവസം തന്നെ. പക്ഷേ ഒരു തെളിവും കിട്ടിയില്ല, അവിടെ ഒന്നും ചെന്നിട്ടില്ല. അതോടുകൂടി കേസ് ഗൗരവമായി. കുട്ടി ഒരിടത്തും ചെന്നിട്ടില്ലല്ലോ. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഈ കുട്ടിയെക്കുറിച്ച് ഒരു തെളിവും കിട്ടുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ്. ഈ കുട്ടിയെ പല സ്ഥലത്തും കണ്ട് ഈ പത്രത്തിൽ പരസ്യം കൊടുത്തു, കാണുവാനില്ലെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തു. അതിനുശേഷം കുട്ടിയെ പല സ്ഥലത്തും കണ്ടു എന്ന് പറഞ്ഞിട്ട് കോളുകൾ വിശ്വനാഥൻ ആചാരിക്ക് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വരാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ പോലീസ് ഒരു ഡെഡ് എൻഡിൽ നിൽക്കുവാണ്. അവരുടെ സഞ്ചാരം എന്ന് പറയുന്നത് ഈ കുട്ടി ചതയ ദിനാഘോഷം കാണാൻ പോയ മധുമൂല കവലയിലെത്തി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നില്ല. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു പുക പോലെ ഈ കുട്ടി അങ്ങ് അപ്രത്യക്ഷമായി പോവുകയാണ്. അന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള വാഹനങ്ങൾ, അന്നേ ദിവസം പുറത്തേക്ക് പോയിട്ടുള്ള വാഹനങ്ങൾ, അകത്തേക്ക് വന്നിട്ടുള്ള വാഹനങ്ങൾ, ഇതൊക്കെ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സംശയിക്കപ്പെട്ടതായിട്ട് സംശയിക്കാൻ തക്കതായിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ മഹാദേവൻ്റെ കേസിനകത്ത്. അങ്ങനെ ഇവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നു, എങ്ങും എത്താൻ നിൽക്കുന്നു. അതിനിടയിൽ ഈ വിശ്വനാഥൻ ആചാര്യെ തപ്പി ഒരു കോള് വരുവാണ്. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, വിട്ടു തരണമെന്നുണ്ടെങ്കിൽ 45,000 രൂപ തരണം. അതായിരുന്നു ആവശ്യം. അദ്ദേഹം പോലീസിൽ അറിയിച്ചു, ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന പോലീസിൽ അറിയിച്ചു. അപ്പം പോലീസ് പറഞ്ഞു കൊടുക്കാമെന്ന് പറ, നമുക്ക് ചെല്ലാം.
ആ പൈസ വാങ്ങിക്കാൻ വരുന്നവന്മാരെ നമുക്ക് അറസ്റ്റ് ചെയ്യാം. പോലീസിൻ്റെ പ്ലാനിങ് അതാണ്. അങ്ങനെ ഈ പറയുന്ന വിശ്വനാഥൻ ആചാരി 45,000 രൂപയുമായിട്ട് അവർ പറഞ്ഞ സ്ഥലത്ത് ചെല്ലുവാണ്. പക്ഷേ പോലീസിനേക്കാൾ ഒരു പടി ഈ വിളിച്ചവർ കടത്തി ചിന്തിച്ചു. അവർ നേരിട്ട് വന്നില്ല. അവരും എവിടെയോ മറിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവാം. എന്തായാലും അന്ന് ആ പണം വാങ്ങിക്കാൻ ആരും വന്നില്ല. അതിനുശേഷം പിന്നീട് പലതവണ കോൾ വന്നു. ഈ ചെല്ലാൻ പറഞ്ഞ സ്ഥലത്ത് എല്ലാം തന്നെ ചെന്നു. പക്ഷെ ഒരിടത്തും ഇവർ വരുന്നില്ല, ആൾ വരുന്നില്ല. അപ്പം ഒരു തവണ വിളിച്ചപ്പോഴേക്കും വിശ്വനാഥാചാര്യ പറഞ്ഞു, എനിക്ക് എൻ്റെ മകൻ്റെ ശബ്ദം കേൾക്കണം. അത് കേട്ടപ്പോഴേ കോള് കട്ടായി. പക്ഷേ മകൻ്റെ ശബ്ദം കേൾപ്പിച്ചില്ലെങ്കിലും തെളിവിനായിട്ട് വിശ്വനാഥനാചാര്യയുടെ അഡ്രസ്സിലേക്ക് ഒരു ചെരുപ്പും പോകുന്ന സമയത്ത് മഹാദേവൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു താക്കോലും അയച്ചു വന്നു. അതോടുകൂടി കുട്ടി ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പായി. കുട്ടി അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവസാനം വന്ന കോള്, ഈ കോള് വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് ടാപ്പ് ചെയ്യാൻ തുടങ്ങി. അവസാനം വന്ന കോളിൽ ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപയാണ്. 45,000-ൽ നിന്നും 2.5 ലക്ഷം വരേക്കും പോയി. ഇതിനിടയ്ക്ക് ഈ കുട്ടിയുടെ പല പ്രായത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത്, അപ്പോൾ വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉടനെ നടന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, കുറച്ചധികം വർഷങ്ങളായി. അപ്പം അന്നത്തെ ഈ പറയുന്ന കുട്ടിയുടെ പല പ്രായത്തിലുള്ള ചിത്രങ്ങൾ കമ്പ്യൂട്ടർ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ അന്വേഷിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന കോളും വരുന്നത്. എന്തായാലും പോലീസ് കോള് ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി കുറ്റവാളികൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. വിളിച്ചാലല്ലേ ടാപ്പ് ചെയ്ത് കണ്ടുപിടിക്കുകയുള്ളൂ. കത്തയക്കാം. കത്തുകൾ വരാൻ തുടങ്ങി. പല സ്ഥലത്ത് നിന്ന് കത്തുകൾ വരാൻ തുടങ്ങി. ഈ കത്തിൽ പറയുന്ന അഡ്രസ്സുകളൊക്കെ അന്വേഷിച്ച് നിൽക്കുന്നത് തെറ്റായ അഡ്രസ്സുകളില്ല. ഒന്നെങ്കിൽ മരിച്ചു പോയവരുടെ പേരിൽ, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ആ നാട്ടിലെങ്ങും ഇല്ലാത്ത ഒരു പേര്, ആ ഒരു പേരിലാണ് വരുന്നത്. അങ്ങനെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ട് ഇവർ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആക്ഷൻ കൗൺസിൽ, എല്ലാ കേസിലും ഇപ്പോൾ ആക്ഷൻ കൗൺസിലാണല്ലോ, ആക്ഷൻ കൗൺസിൽ വന്നു. അങ്ങനെ കേസ് അവരുടെ സമരത്തിൻ്റെ ഫലമായിട്ട് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് പോയി. പക്ഷേ ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് പോയി കഴിഞ്ഞിട്ട് ആ കേസ് ഇനി ഒരിക്കലും മഹാദേവനെ കണ്ടെത്താൻ സാധിക്കില്ല എന്നൊരു നിഗമനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ആ കേസ് ക്ലോസ് ചെയ്തു. പക്ഷേ വിശ്വനാഥനാചാര്യയ്ക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മകനെയാണ്. അയാൾക്ക് അങ്ങനെ ഈ പറഞ്ഞ നിർത്തിപ്പോകാൻ പറ്റില്ലല്ലോ. കാരണം ഒരു മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു അച്ഛൻ്റെ വേദന അച്ഛന് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം നിയമ പോരാട്ടത്തിന് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടം വർഷങ്ങൾ നീണ്ടു. അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വക്കീലാണ് ഈ കേസ് നടത്തുന്നത്. ശരിക്കും പറയുവാണെങ്കിൽ വിശ്വനാഥൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതാണ് സർക്കാരിനും പോലീസിനും എതിരെയാണ് ഒരു പൊരുതുന്ന അച്ഛൻ. ഇപ്പോൾ തന്നെ ഒരു സിനിമയ്ക്കുള്ള ത്രെഡായിട്ടുണ്ട്. ഒരച്ഛൻ്റെ നിയമ പോരാട്ടമാണ്. പക്ഷേ ഈ മരണമെന്ന് പറയുന്ന രംഗബോധമില്ലാത്ത കോമാളി ആ അച്ഛനെ അങ്ങ് കൊണ്ടുപോയി. ആ പോരാട്ടത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടു. പിന്നീട് അമ്മ രാജലക്ഷ്മിയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അവിടെയും വിധി കളിച്ചു. ആ അമ്മയും മരണത്തിന് മുന്നിൽ കീഴടങ്ങി. ഇതൊന്നും കൊലപാതകമല്ല കേട്ടോ, നോർമൽ ഡെത്താണ്. പക്ഷേ അവിടെയാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ഹീറോയിസം കാണിക്കുന്നത്. തൻ്റെ ക്ലയൻറ്റ് മരണപ്പെട്ടു, ഇനി അദ്ദേഹത്തിനൊരു സാമ്പത്തികമായിട്ടൊരു നേട്ടവും ഇല്ലാത്തൊരു കേസാണ്. പക്ഷേ ആ 13 വയസ്സുകാരൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയണമെന്ന് ആ അഡ്വക്കേറ്റ് തീരുമാനിച്ചെടുത്ത് ഈ കഥയിൽ സുപ്രധാനമായൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. ഇവർ രണ്ടുപേരും മരണപ്പെട്ടിട്ടും ജയകൃഷ്ണൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒടുക്കം ഹൈക്കോടതി കേസിൽ ഇടപെട്ടു. 6 മാസത്തെ സമയമാണ് കൊടുത്തിട്ടുള്ളത്, 6 മന്ത്. 6 മാസത്തിനുള്ളിൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തണം. അങ്ങനെയാണ് ഈ കഥയിലെ യഥാർത്ഥ നായകൻ്റെ ഇൻട്രോ. KG സൈമൺ സാർ, ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന KG സൈമൺ സാറും അദ്ദേഹത്തിൻ്റെ ടീമും. ഒരു സിനിമ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രധാന വഴിത്തിരിവാണ്. ഹീറോ വരുന്നു, ഇനി എന്തും സംഭവിക്കാം. കാരണം ഇനി ട്വിസ്റ്റുകളും അങ്ങോട്ടുള്ള സംഭവങ്ങളും ഒക്കെ സംഭവിക്കാം. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കേസ് വഴിമുട്ടി നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചിടത്തൊന്നും തുടങ്ങുമല്ല, സ്റ്റാർട്ട് വേർ ഇറ്റ് ഹാപ്പൻ. അതായത് എവിടെ ആരംഭിച്ചു അല്ലെങ്കിൽ എവിടെ സംഭവിച്ചു അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. ലോക്കൽ പോലീസ് അന്വേഷിച്ച് തുടങ്ങിയ മധുമൂല കവലയിൽ നിന്ന് തന്നെ അദ്ദേഹവും ആരംഭിച്ചു. അദ്ദേഹം അവിടെ സ്റ്റക്കാണ്. കാരണം മധുമൂല കവലയിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല രാഹുല്. കാരണം ചതയദിനാഘോഷം നടക്കുന്ന അത്രയും തിരക്കിനിടയിൽ നിന്ന് 13 വയസ്സെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞല്ല, അത്യാവശ്യം
ശരീരവലിപ്പമുള്ളൊരു കുട്ടിയെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? ആരുടെയെങ്കിലും ശ്രദ്ധപ്പെടില്ലേ? അന്ന് കുട്ടിയെ കണ്ടിരുന്നു, കുട്ടിയെ ഈ ചതയദിനാഘോഷത്തിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ആ സമീപവാസികളോടൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോഴും അവിടെ അവരുടെ മറുപടി, കാരണം അപ്പം തന്നെ 13 വർഷമായി, വർഷം 13ആയി. അപ്പം സാറേ, മഹാദേവനോട് സാമ്യമുള്ളൊരു കുട്ടിയെ കണ്ടിരുന്നു. മഹാദേവനാണെന്ന് ഉറപ്പില്ല, മഹാദേവനാവാം, ആവാതിരിക്കാം. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഒരു കരം അദ്ദേഹത്തിന് നേരെ നീണ്ടു ചെല്ലുകയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന വിശ്വനാഥനാചാര്യയുടെ ഉദയ സ്റ്റോഴ്സ് ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി വളരെ സുപ്രധാനമായ ഒരു മൊഴി KG സൈമൺ സാറിന് കൊടുക്കുകയാണ്. സാറേ, മഹാദേവൻ അന്നേ ദിവസം ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഉണ്ണിയുടെ സൈക്കിൾ കടയിലോട്ട് സൈക്കിൾ കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊരു മൊഴി കൊടുക്കുകയാണ്. അപ്പം ഈ ഉണ്ണി എന്ന് പറയുന്ന ഹരികുമാർ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്, ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. അയാളൊരു അന്തർമുഖനായ വ്യക്തിയാണ്, ആരുമായിട്ടും ഒരു കണക്ഷൻ ഇല്ല. അയാളുടെ കടയുടെ ഷട്ടർ പകുതി അടഞ്ഞു കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് ആരും അടുക്കില്ല. അതിനുള്ളിൽ ഈ ഗുണ്ടാസംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള കോനാരി സലിമോൻ എന്നാണ് യഥാർത്ഥ പേര്, കോനാരി സലി, അതുപോലെ തന്നെ ഈ പറയുന്ന ഹരികുമാറിൻ്റെ സഹോദരി ഭർത്താവായിട്ടുള്ള പ്രമോദ്, ഇവരൊക്കെ കൂടി ഇതിനുള്ളിൽ മദ്യപാനം, ചീട്ടുകളി, ഇത് പിന്നെ ഇവർ തമ്മിലുള്ള അടി എന്നൊക്കെ പറഞ്ഞാൽ പൊതിരെ തല്ല്, അതുപോലെ തന്നെ കേട്ടാലിറക്കുന്ന തെറി. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് പോകാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരികുമാറിനെ കൊണ്ട് നാട്ടുകാർക്ക് വേറെ വലിയ ഉപദ്രവമൊന്നുമില്ല. പക്ഷേ തമ്മിൽ നേരെ കണ്ടു കഴിഞ്ഞാൽ പോലും ആരോടും മിണ്ടുന്നൊരു സ്വഭാവക്കാരനല്ല. ആ കടയിൽ സൈക്കിൾ നന്നാക്കാൻ ചെല്ലുന്നവരോട് ആ സൈക്കിളിനെ സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുക. ആകെ ഇവന് കമ്പനിയുള്ള ആരുമായിട്ടാണ്? ഈ സലി, കോനാരി സലി, അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രമോദ്, പിന്നെ മദ്യപാന സദസ്സിലെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം സൈമൺ സാറിനൊരു ലിങ്ക് കിട്ടുവാണ്. ഇതുവരേക്കും ഈ കേസിൽ പറയാത്തൊരു പേരാണല്ലോ ഹരികുമാറിൻ്റെ പേര്. അങ്ങനെ ഒരു പേര് ആരും പറഞ്ഞിട്ടില്ലല്ലോ. മിക്ക കേസുകളിലും അങ്ങനെയാണ്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ. ഒരിക്കലും രംഗത്ത് വരാത്ത ഒരാളായിരിക്കും കുറ്റവാളി. അദ്ദേഹത്തിൻ്റെ ആ നിഗമനം അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം തെളിവ് വേണം. എവിഡൻസ് ഇല്ലാതെ ഒരു കേസ് ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് ഇദ്ദേഹം ചെയ്തത് ആദ്യം ഹരികുമാറിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുകയാണ്. അപ്പം അന്നത്തെ കാലത്ത് ഈ ഒറ്റ നമ്പർ ലോട്ടറി, രാവിലെ കേട്ടിട്ടില്ല, ഒറ്റ നമ്പർ ലോട്ടറി, അത് ഭയങ്കരമായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ പണം മുടക്കുക, അതിന് പണം കണ്ടെത്താൻ വേണ്ടി ഏത് മാർഗത്തിലും പോകും. ഈ പറയുന്ന ഹരികുമാറും സലീം, പ്രമോദും ഒക്കെ ഏത് മാർഗത്തിലും പോകുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഇവർ മോഷണം അങ്ങനത്തെ ഒരു സംഭവമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഭയങ്കരമായ കടമുണ്ട്. അപ്പം ഇയാൾ ഈ മഹാദേവൻ്റെ കേസ് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ തെളിവ് കിട്ടണമെന്നുള്ളത് കൊണ്ട് KG സൈമൺ സാറ് അദ്ദേഹത്തിന് കൂടുതലുള്ള ഒരു പോലീസുകാരനെ വേഷം മാറ്റിച്ച് ഈ ഹരികുമാറിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഹരികുമാറിൻ്റെ സൈക്കിൾ ഷോപ്പിൽ ചെല്ലുന്നു. അദ്ദേഹവുമായിട്ട് ഈ പറഞ്ഞ ഹരികുമാറുമായിട്ട് കമ്പനി കൂടുന്നു. പതിയെ അത് മദ്യപാന സദസ്സിലേക്ക് നീണ്ടു. ഏത് സമയത്തും അവിടെ ചെന്ന്, പിന്നെ കള്ളടിക്കുന്നവർ തമ്മിൽ എപ്പോഴും ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, കാരണം കള്ളാണല്ലോ അവർ തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ഇവിടെയും വർക്ക് ചെയ്തു. അപ്പം ഈ പറയുന്ന പോലീസുകാരൻ ഒരു കുപ്പിയൊക്കെ ആയിട്ട് ചെല്ലും, ഹരികുമാറിന് ഒഴിച്ചു കൊടുക്കും, ഹരികുമാർ കൂടും, കാര്യങ്ങൾ പറയും. പിന്നീട് ഹരികുമാറിൻ്റെ സൗഹൃദ സംഘങ്ങളിലേക്കും ഈ ഒരു ബന്ധം നീണ്ടു. അങ്ങനെ നീണ്ട് ചെന്ന് ഒടുക്കം അങ്ങനെ ഒരു സദസ്സിൽ വെച്ചിട്ട് ഈ പോലീസുകാരന് ഒരു എവിഡൻസ് കിട്ടുകയാണ്. അപ്പം പോലീസുകാർക്ക് എന്ത് കാര്യങ്ങളും ചുഴിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേക കഴിവാണല്ലോ. അതാണല്ലോ പോലീസ്, അതായത് ഇന്ത്യൻ പോലീസിൽ തന്നെ കേരള പോലീസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൽ ചെല്ലുന്നതുകൊണ്ടാണ്. അവരെ സ്വതന്ത്രമായിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവരേത് കേസും തെളിയിക്കും. ഇതിപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ വിനീത കൊലക്കേസ്, അത് പോലീസ് തെളിയിച്ച ആ കഥ, അത് നമുക്ക് പിന്നെ പറയാവുന്ന കഥയാണ്, ഇതിൽ വരുന്നതല്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അതാണ് പറയുന്നത് പിന്നീടുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഭീകരമായ ട്വിസ്റ്റുകളാണ് പിന്നീട് സംഭവിക്കാൻ പോകുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ. അപ്പം അവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു സംഭാഷണമാണ്, ഒരു ചെറിയ വാക്ക്. ഈ മഹാദേവൻ പോയ ആ ഒരു സമയത്ത് നമ്മുടെ ഉണ്ണി അതുവരേക്കും ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു കേട്ടോ. നമ്മുടെ ഉണ്ണിക്ക് ആ ഒരു സമയത്തിന് ശേഷം അവന് പിന്നെ വെച്ചൊരു കയറ്റമാണ്. ഇവിടുന്നോ കുറച്ച് ക്യാഷ് വന്നു, അവൻ്റെ കടങ്ങളൊക്കെ തീർന്നു. എവിടുന്നോ കുറച്ച് ക്യാഷ് വന്നു, അവൻ്റെ കടങ്ങളൊക്കെ തീർന്നു. അവിടെ ഒരു ഹുക്ക് രാഹുലിന് തോന്നില്ല, ഒരു ഹുക്ക്. എവിടുന്ന് കാശ് വന്നു, എങ്ങനെ കാശ് വന്നു? KG സൈമൺ സാറിൻ്റെ അടുത്ത് ഈ വിവരം ആ ഉദ്യോഗസ്ഥൻ ചെന്ന് പറയുകയാണ്, സാറേ ഒരു കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു സംഭവം വന്നിട്ടുണ്ട്, എങ്ങനെയാ? പൊക്കവനെ. സൈമൺ സാർ ഓർഡർ ഇട്ടു, പൊക്കി, ഹരികുമാറിനെ പൊക്കി കൊണ്ടുവന്നു, ഇവരുടെ ഈ പറഞ്ഞ ഇൻട്രോഗേഷൻ റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ ഹരികുമാർ പറഞ്ഞു, സാറേ ഞാൻ കണ്ടായിരുന്നു, എൻ്റെ കട വന്നായിരുന്നു. വന്നിട്ട് അവൻ തിരിച്ചുപോയി. ഷേടാ, ഇവൻ നിഷേധിച്ചിട്ടില്ല, ആ മൊഴി ശരിയാണ്.
മഹാദേവൻ എൻ്റെ കടയിൽ വന്നിട്ട് പക്ഷേ തിരിച്ചു പോയി. അവിടെയും ലോക്കായി. പക്ഷേ അങ്ങനെ ലോക്കായിട്ട് വിടാൻ പറ്റില്ലല്ലോ. തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്കൊടുവിൽ എടാ അന്ന് നീ ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് നീ ഉണ്ടാക്കിയ കാശാണ് അന്ന് നിൻ്റെ കിട്ടിയെന്ന് ഒറ്റ ചോദ്യത്തിൽ ഹരികുമാർ ഒന്ന് പാതറി. സാർ അങ്ങനല്ല. പിന്നെ എങ്ങനെയാണ്? അപ്പം തന്നെ അവൻ്റെ ആ ഒരു പതർച്ചയിൽ നിന്ന് തന്നെ കിട്ടി ഇവനാണ് ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ള തിരിച്ചും മറിച്ചുമുള്ള ചോദ്യത്തിൽ ഈ പറയുന്ന മഹാദേവൻ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു കഥ ഹരികുമാർ തന്നെ തുറന്നു പറയുകയാണ്. ഹരികുമാർ തുറന്നു പറയുന്ന ആ കഥ ഇങ്ങനെയാണ്. സാറേ, എനിക്ക് ലോട്ടറി എടുക്കുന്ന എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കേസാണ്. ലോട്ടറി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ അതെനിക്ക് നേട്ടമൊന്നും ഉണ്ടാക്കി തന്നില്ല. ഭയങ്കരമായ കടമാണ്. ഞാൻ കടത്തിൽ മുങ്ങി സാറേ. എങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ മഹാദേവൻ എൻ്റെ കടയിലേക്ക് സൈക്കിൾ വന്നാൽ കണ്ടുവരുന്നത്. സാർ, അവനെ സ്വന്തമായിട്ട് സൈക്കിൾ മേടിക്കുന്നതിന് ഇപ്പോൾ അവൻ എൻ്റെ കടയിൽ വരുമ്പോൾ അവിടുത്തെ സൈക്കിളുകളൊക്കെ ഞാൻ ഓടിക്കാനൊക്കെ കൊടുക്കുമായിരുന്നു. സാർ, അന്ന് അവൻ വരുമ്പോൾ അവൻ്റെ കഴുത്തിൽ ഞാനൊരു വലിയ മാല കണ്ടു. ഈ സഹോദരിമാർ മുൻപ് പറഞ്ഞ 6.5 പവനോളം തൂക്കം വരുന്ന ആ ഒരു മാലയുടെ കാര്യമാണ് ഈ ഹരികുമാർ പറയുന്നത്. സാറേ, മാല കണ്ടു. സാർ, അവർ ഒറ്റ മാല കൊണ്ട് എൻ്റെ കടം തീരുമായിരുന്നു സാറേ. ഞാനത് എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയില്ല. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. അങ്ങനെയാണ് സാറേ ചതയ ദിനാഘോഷത്തിൻ്റെ അന്ന് ഞാനന്ന് കട തുറന്നില്ല സാറേ. ഷട്ടർ പകുതി താഴ്ത്തിയിട്ട് ഞാൻ അതിനകത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന മഹാദേവൻ എന്നെ കാണാനായിട്ട് വരുന്നത്. ഞാൻ എന്നെ കടയ്ക്കകത്തോട്ട് വിളിച്ച് ഞാൻ മര്യാദയ്ക്ക് അവൻ്റെ കഴുത്തിൽ കിടന്ന മാല ഊരിയെടുക്കാനായിട്ടാണ് സാറേ നോക്കിയത്. പക്ഷേ ഇവൻ ബഹളം വെച്ചു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഞാൻ അവൻ്റെ മൂക്കും വായുമൊക്കെ പൊത്തിപ്പിടിച്ച് സാറേ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കുകയാണ്. കാരണം അത്ര ആൾക്കാർ പോവല്ലേ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ സാറ് ചിന്തിച്ച് നോക്കും. നാട്ടുകാർ എന്നെ കൈവെക്കില്ലേ? കൊല്ലണമെന്നൊന്നും ഇല്ലായിരുന്നു സാറേ, പക്ഷേ മരിച്ചുപോയി. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞത്. കൊല്ലണമെന്നൊന്നും ഇല്ലായിരുന്നു, പക്ഷേ മരിച്ചുപോയി. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ, ഒരു 13 വയസ്സുള്ള കുട്ടിയുടെ ജീവൻ എടുത്ത ആൾ പറയുകയാണ്. സാറ് ചോദിച്ചു, പിന്നീട് ഞാൻ മൃതദേഹം എന്ത് ചെയ്തു? സാറേ, കഴുത്തിലെ മാല ഞാൻ ഊരിയെടുത്തു. പക്ഷേ അത് 6.5 പവനൊന്നും ഇല്ലായിരുന്നു സാറേ, ഒരു 1.5 പവനേ ഉണ്ടായിരുന്നുള്ളൂ. ആ വലിയ മാല അല്ല അന്ന് അവൻ ഇട്ടിരുന്നത്. ഞാൻ ആ മൃതദേഹം കടയ്ക്കകത്ത് ഒളിപ്പിച്ചു സാറേ. എന്നെ ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ല, ഇത് കുഴിച്ചു മൂടണ്ടേ. അപ്പം ഞാൻ സലിയെ വിളിച്ചു. സലീം പ്രസാദും കൂടെ വന്നു. അപ്പം ഇതെന്ത് ചെയ്യണമെന്നുള്ള ആലോചനയാണ് പ്രസാദ് പറഞ്ഞ് രാത്രി വരെയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. രാത്രി നമുക്ക് എൻ്റെ വീടിനടുത്ത്, അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്നും മറിയപ്പള്ളിയുള്ള ഈ പ്രസാദിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പാറമടയുണ്ട്. അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു പാറക്കുളമാണ്. അവിടെ നാട്ടുകാർ മുഴുവൻ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുക, അറവുമാലിന്യം തള്ളുക. പിന്നെ മൊത്തം വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ കിടക്കുന്ന കാടി കിടക്കുന്നത്. ആരും അങ്ങോട്ടൊന്നും പോകാറില്ല. അതിനകത്തൊരു മണം വന്നു കഴിഞ്ഞാൽ അത് ഈ അറവുമാലിന്യത്തിൻ്റെ മണമാണ്. എടാ, അവിടെ ഒന്നും ശ്രദ്ധിക്കുകയല്ല ഉണ്ണി, നമുക്ക് അവിടെ കൊണ്ട തട്ടാന്ന് പ്രമോദ് പറയും. അങ്ങനെ ഇവർ രാത്രി വരേക്കും ഈ മൃതദേഹം അവിടെ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം കൊണ്ടുപോയിട്ട് അവിടെ മൃതദേഹം കെട്ടിത്താത്തി. കേസ് ക്ലോസായി. ആ കേസ് ക്ലോസായി. ഇനിയുള്ള എന്താണ്? മൃതദേഹം കണ്ടെത്തണം. പക്ഷെ അവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞ രണ്ടാമത്തെ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. അതായത് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഈ മൃതദേഹം തപ്പിയെടുക്കേണ്ടി വന്നപ്പോഴേക്കും പണ്ടുണ്ടായിരുന്നതിൻ്റെ പകുതിയോളം വലിപ്പമേ ഇന്ന് ആ പാറക്കുളത്തിനുള്ളൂ. വർഷങ്ങളിപ്പോൾ 17 വർഷമാകാൻ പോവാണ്. അപ്പോൾ ഈ പാറയുടെ സൈഡിൽ നിന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണും ഈ വേസ്റ്റ് കൊണ്ട് തള്ളി കുളം പകുതി മൂടി. അപ്പോൾ മണ്ണാണ്. ഈ കുട്ടിയുടെ ബോഡി കളഞ്ഞെന്ന് പറയുന്നിടത്ത് മണ്ണാണ്. ഏകദേശം 8 ദിവസം എടുത്തു അത് വൃത്തിയാക്കി അതിനകത്ത് മണ്ണ് മാറ്റി ഈ മഹാദേവൻ്റെ ഒരു തലയോട്ടിയുടെ പീസ്, താടികളുടെ ഒരു കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ച ഒരു വാക്ക് ഹരികുമാറിൻ്റെ വായിൽ നിന്ന് വന്നു. അതാണ് ഞാൻ മുൻപ് പറഞ്ഞ ട്വിസ്റ്റ്. സാറേ, കാര്യമൊക്കെ ശരിയാണ്. ഇതിനകത്ത് തപ്പുമ്പം വേറെ വല്ല അസ്ഥിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തലയിൽ ഇടരുത് കേട്ടോ. അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോവാണ്. എന്തരടെ ഇവൻ പറയുന്നത്? ഇവൻ എന്തുവാടെ ഈ പറയുന്നത്? അവനെ കയറ്റിക്ക്, നമുക്ക് കുറച്ചുകൂടെ ചോദ്യം ചെയ്യാണ്ടെന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് അങ്ങ് പുറപ്പെട്ട് ചോദിച്ചു, പറയടാ സംഭവം എന്താ? നീ വെറുതെ സാറേ വെറുതെ പറഞ്ഞോ? നീ വെറുതെ പറയാലെന്ന് എനിക്കറിയാം, ഈ കാര്യം പറ, സംഭവം എന്താന്ന് പറ. സാറേ ഒന്നുമില്ല സാറേ വെറുതെ പറഞ്ഞതാ. അപ്പം സൈമൺ സാറ് പറഞ്ഞടാ, ഇവൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി 2 പ്രതികളിൽ ഇവൻ്റെ അളിയൻ തലയടിച്ച് കുളിമുറി വീണ് മരിച്ചതാണ്. അത് വിട്, നമുക്ക് അന്വേഷിക്കാം. ഈ സലി എവിടെടാ? സലി ഓൾറെഡി ഈ കേസ് കിടന്ന് 1.5 വർഷം കഴിഞ്ഞിട്ട് സലി മിസ്സിങ്ങാണ്. സലി ഗുണ്ടാസംഘങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയുള്ള, അത്യാവശ്യം അടിയിടിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു, ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ പറയുവാണെങ്കിൽ ഒട്ടും കൊളരാത്തൊരുത്, നമ്മുടെ ഒരു പ്രമുഖ യൂട്യൂബറുടെ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ അഴുക്ക ചെറുക്കൻ, തന്തേക്കാട്ടി മോശം എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പം ഇവൻ ഒരു കേസിൽ പെട്ടിട്ട് മുങ്ങിപ്പോയതാണ്
എന്നൊരു രീതിയിലാണ് അന്ന് വീട്ടുകാരടക്കം ഇരിക്കുന്നത്. ഉടനെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ക്രൈംബ്രാഞ്ച് സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. മാൻ മിസ്സിംഗ്. ഹരികുമാറിനെ അങ്ങ് ചോദ്യം ചെയ്തു. ഒടുക്കം ഹരികുമാർ മറ്റൊരു കഥ പറഞ്ഞു. അതാണ് KG സൈമൺ സാറിൻ്റെ കേസ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ സയനൈഡ് കേസ്. എന്തായിരുന്നു? ഈ പറയുന്ന മഹാദേവൻ്റെ ജഡം ഒളിപ്പിക്കാനായിട്ട് കോടതി വന്ന സലിയാണ് കേസിലെ 2ാം പ്രതി, സലിമോന്. ഈ സലിമോന് ഈ മൃതദേഹം കൊണ്ട് പാറക്കുളത്തിൽ കെട്ടി താത്തിയതിന് ശേഷം പിന്നീട് പലതവണയായിട്ട് കാശി ചോദിച്ച് ഈ ഹരികുമാറിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എടാ എനിക്ക് പൈസ വേണം. ഹരികുമാർ കൊടുത്തു. ഇവൻ്റെ ഈ ശല്യം കാരണം കൊണ്ട് മടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഈ ഹരികുമാറിൻ്റെ അച്ഛൻ്റെ ഉടമസ്ഥയിലുള്ള കുറച്ച് സ്ഥലം SNDPക്ക് കൊടുത്തായിരുന്നു. SNDPക്ക് കുറച്ച് ഹോൾഡുള്ള ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി, അറിയാമല്ലോ. അപ്പം SNDPക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ ഹരികുമാറിൻ്റെ പങ്കായിട്ടുള്ള 1.25 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. ആ കാശ് സലിക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബഹളം വയ്ക്കുന്നത്. മടുത്തു. അപ്പോൾ ഇവൻ പറഞ്ഞ ലാസ്റ്റ് ഒരു വാക്ക് ഇവൻ പറഞ്ഞു, എടാ എനിക്ക് കാശ് വേണം. എനിക്ക് കാശ് തരാൻ പറ്റുകയല്ലേ? കാശ് വേണ്ട, ഞാൻ മാപ്പ് സാക്ഷി ആയിക്കോളാം. ഞാൻ കൊന്നിട്ടില്ലല്ലോ, ഒളിപ്പിക്കാൻ കൂടിയതല്ലേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് പോയിട്ട് നീയും നിൻ്റെ അളിയനും കൂടെയാണ് ഈ ചെക്കനെ തട്ടിയെന്ന് ഞാനങ്ങ് പറയും. ശവം ഒളിപ്പിച്ച സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതോ 1.25 ലക്ഷം രൂപ തരുന്നു. അപ്പം ഹരികുമാറിൻ്റെ ഉള്ളിലെ ആ മൃഗം വീണ്ടും ഉണരുവാണ്. 1.25 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് എനിക്ക് മനസ്സില്ല, നിനക്ക് വേറെ പണിയാൻ വെച്ചിട്ടുണ്ടോ. അങ്ങനെ വാഴപ്പള്ളി പള്ളിയിലെ തിരുനാളിൻ്റെ ദിവസം വർക്ക്ഷോപ്പിലേക്ക് വീണ്ടും ഇവർ ഒത്തുകൂടുകയാണ്. ഈ പ്രമോദില്ല, സലിമോനും ഹരികുമാറും കൂടെ ഒത്തുകൂടുകയാണ്. വില കൂടിയൊരു മദ്യമുണ്ട്. അപ്പം വന്നപ്പോഴേ ചോദിക്കുന്നേടാ കാശിൻ്റെ കാര്യം എന്തായി? എടാ കാശിൻ്റെ കാര്യമൊക്കെ റെഡിയാ എൻ്റെ പൊന്നു സലി, നീ അത് 2 അടിക്കേ എന്നുവെച്ചാൽ നമുക്ക് സംസാരിക്കാം. ഞാൻ വിളിച്ചിരുത്തുന്നു, ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് പാകപ്പെടുത്തി കിടക്കണമല്ലോ. 2-3 പെഗ് പടപടാന്നങ്ങ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേ സലി ഫ്ലാറ്റ്. അപ്പോഴാണ് ഈ ഹരികുമാറിൻ്റെ ഉള്ളിലെ ക്രിമിനൽ ഉണരുന്നത്. ഹരികുമാർ നേരത്തെ അയാളുടെ സൗഹൃദ ബന്ധങ്ങൾ ഉപയോഗിച്ച് സയനൈഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 തുള്ളി സയനൈഡ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അടുത്ത പെഗ് സയനൈഡ് ഒഴിച്ച് വെച്ച ഗ്ലാസ്സിലേക്ക് മിക്സ് ചെയ്ത് സലിമോന് കൊടുക്കുന്നു. മദ്യം ഉള്ളി ചെന്ന പാടെ തന്നെ സലിമോൻ മരിച്ചു. പിന്നീട് പ്രമോദിനെ വിളിച്ചു വരുത്തുകയാണ്. പ്രമോദിനെ വിളിച്ചു വരുത്തിച്ച് പ്രമോദിനോട് കാര്യം പറഞ്ഞാൽ സലിയെ ഞാൻ തട്ടി, എൻ്റെ കാശ് വേണമെന്ന് ഞാൻ കാശ് കൊടുക്കുമോ? കാശ് കൊടുക്കുന്നതിലും ഭേദം അവനെ തട്ടുന്നാടാ. ഈ ശവം എന്താ ചെയ്യുന്നത്? അപ്പം പ്രമോദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, നമുക്ക് അവിടെ തന്നെ താക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിക്ക് രാത്രി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു. ഈ മൃതദേഹം 3 സൈക്കിൾ ട്യൂബ് ഉപയോഗിച്ച് വരിഞ്ഞ് കെട്ടി. 3 സൈക്കിൾ ട്യൂബ് ഉപയോഗിച്ച് മൃതദേഹം വരിഞ്ഞ് കെട്ടി ഒരു ചാക്കിലാക്കി ഇതുകൊണ്ട് കയറ്റണം. അപ്പോൾ ഓട്ടോക്കാരെ ചോദിച്ചു, ചേട്ടാ എന്ത് ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കോട്ടയംകാരൻ ലാംഗ്വേജല്ലേ, എന്നാ ചേട്ടാ ഇതിനകത്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല പോയി ഇത്തിരി കപ്പയും പച്ചക്കറിയാണ്, ഒന്ന് മറിയപ്പള്ളി അളിയൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഓട്ടോക്കാരൻ്റെ അടുത്ത് പറയുന്നത് പച്ചക്കറിയും കപ്പയാന്നാണ്. ചാക്കേട്ടുമായിട്ട് പോയി ഇവരിത് മറിയപ്പള്ളിയിലെ കുളത്തിൽ കൊണ്ട് അതും താത്തി. ഇപ്പോഴാ കുളത്തിലുള്ള ആരാണ്? 2 ശവങ്ങളാണുള്ളത്. അതോടുകൂടി KG സൈമൺ സാറിന് മനസ്സിലായി ഇവൻ വെറും ക്രിമിനലല്ല, ഇവൻ ഇൻബോൺ ക്രിമിനലാണ്. കാരണം ഇയാൾ എപ്പോൾ എങ്ങനെ ചിന്തിക്കുമെന്നറിയില്ല. കാരണം സ്വന്തം കൂട്ടുകാരനെ കൊന്ന് താത്തിയിട്ട് ഇവൻ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം, സാറേ ഇതിനകത്ത് വേറെ അസ്ഥി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നിലയ്ക്ക് ഇടരുത്. അത് ഞാനല്ല, മുൻകൂട്ടി പറയുവാണ്. പക്ഷെ അത് അവൻ്റെ മണ്ടത്തരമാണ്. അതുപോലെ തന്നെ ഓർക്ക് ഈ കൊച്ചിനെ കൊന്ന് ഈ ശവം കൊണ്ട് പാറമടക്കുളത്തിൽ ഒളിപ്പിച്ചതിന് ശേഷം വന്ന ആക്ഷൻ കമ്മിറ്റിയിൽ ഇവൻ മെമ്പറാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് മുന്നിൽ നിൽക്കുന്ന ഈ പറയുന്ന ഇവനാണ്, ഹരികുമാറാണ്. അവൻ്റെ ആ ഗട്ട്സ് ഒന്ന് ഓർത്ത് നോക്കി. ഒരു രൂപ നാണയം നമ്മുടേതല്ലാത്ത ആരുടെയും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ കാണുമ്പോൾ ഒരു പതർച്ച ഉണ്ടാവില്ലേ? അതെ, ഇതൊരു പതർച്ചയില്ല. അവൻ്റെ അതിനുശേഷം പുറത്തു വന്നുള്ള ചിത്രങ്ങൾ കാണുന്നു. ഈ ഒരു കുറ്റബോധത്തിൻ്റെ ലെവൽ മുഖത്തിൽ ഇപ്പം വിചാരണ തടവുകാരനായിട്ട് കിടക്കുകയാണ്. ഇനി രാഹുൽ പറ, ഈ കേസ് ഒരു കുറ്റാന്വേഷണ കഥയ്ക്കുള്ള സ്റ്റോറിയാണോ? ഒന്നിലധികം കുറ്റാന്വേഷണ കഥയ്ക്കുള്ള ത്രെഡ് ഇതിനകത്തില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു കേസുമായിട്ട് നമുക്ക് വീണ്ടും വരാം.